തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44 സങ്കീർത്തനം 9 വാക്യം. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. ദൈവത്തിൻ്റെ കരുതലും സാമീപ്യവും എപ്പോഴും ഉണ്ടെന്നും പരീക്ഷാ സമയത്തും ദൈവാനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നും ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ കാലത്ത് ഇസ്രായേൽ വിജയം നേടിയതും ഇപ്പോൾ നേരിടുന്ന പരാജയങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് സങ്കീർത്തകൻ പറയുന്ന ദൈവത്തിൻ്റെ വലങ്കയും മുഖപ്രകാശവും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുമെന്നുള്ള തിരിച്ചറിവിലേക്ക് നാം രൂപപ്പെടണം. ദൈവത്തിൻ്റെ വലങ്കയേക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ മുഖപ്രകാശം അഥവാ ദൈവത്തിൻ്റെ പ്രീതിയാണ്. ഈ പ്രീതി ലഭിക്കണമെങ്കിൽ ദൈവവുമായി ആഴമായ ബന്ധം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പഴയകാലത്തെ വിജയങ്ങളെ ഓർത്ത് ഇപ്പോൾ പരാജയം നേടുമ്പോഴും ക്ഷമയോടെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന് മുഖം തേടാനും ഈ വാക്യം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചെന്ന് തോന്നാമെങ്കിലും അത് താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ കരുണയും സഹായവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കുവാനും അവനിൽ തന്നെ ആശ്രയിക്കുവാനും നമുക്ക് ഈ നാളുകളിൽ സാധ്യമായി തീരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയില്ല എന്ന് തോന്നുമ്പോഴും നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.